ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ അവസാനത്തെ ടോപ്പിക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. LDCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ വിപ്ലവ സംഘടനകൾ തുടങ്ങിയ ആദ്യകാല പ്രക്ഷോഭങ്ങൾ, ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ തുടങ്ങി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനിയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കുക കേട്ടോ. എല്ലാ ടൈപ്സ് ഓഫ് ജിയോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള യൂറോപ്യൻ ആഗമനം. യൂറോപ്യൻ ആഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഡെൻമാർക്ക്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ പ്രയോറിറ്റി വൈസ് ആണ്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, അല്ലേ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ, വൈസ്രോയിമാർ, പ്രശസ്ത വ്യക്തികൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്യൻ ആഗമനമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. നമുക്കറിയാം, ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്, അല്ലേ? അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ഓപ്ഷൻസ് ഒക്കെ നമുക്ക്: ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഡച്ചുകാർ, ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ ഡി ഫ്രഞ്ചുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പോർച്ചുഗീസുകാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്, അല്ലേ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. പോർച്ചുഗീസുകാർ എത്തിയത് കച്ചവടത്തിനായിരുന്നു. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് പോർച്ചുഗീസുകാർ. നമ്മൾ പറഞ്ഞു, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് നമ്മൾ പറഞ്ഞു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്, അല്ലേ? ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം. എന്താണ് മാനുവൽ കോട്ട? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ മാനുവൽ കോട്ട നിർമ്മിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1500, ഓപ്ഷൻ ബി 1503, ഓപ്ഷൻ സി 1505, ഓപ്ഷൻ ഡി 1506. അപ്പോൾ മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ഏതാണ്? ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ട, കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ഏതാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1503. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ഏതാണ്? 1503 ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയായിട്ടാണ് മാനുവൽ കോട്ടനെ കണക്കാക്കപ്പെടുന്നത്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. ഏതൊക്കെ പേരുകളാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്നീ പേരുകളെല്ലാം മാനുവൽ കോട്ട അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1489 മെയ് 20, ഓപ്ഷൻ ബി 1498 മെയ് 20, ഓപ്ഷൻ സി 1478 മെയ് 20, ഓപ്ഷൻ ഡി 1489 മെയ് 20. അപ്പം മെയ് 20 ഉറപ്പായി, അല്ലേ? ഇനി ഏത് വർഷമാണെന്ന് മാത്രമേ അറിയാനുള്ളൂ. മെയ് 20 വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയതെന്ന് മനസ്സിലായി. ഇനി വർഷം
1489 98 78 89? The right answer is option B. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച വർഷം 1997. ഒറ്റ വർഷം കൊണ്ട് ആളെ എവിടെ എത്തി? കേരളത്തിലെത്തി അല്ലേ. സ്ഥലം എവിടുന്നാണ് യാത്ര തുടങ്ങിയത്? ലിസ്ബണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഒന്നാമനാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ ആണ്. അപ്പോൾ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനും ആര് തന്നെയാണ്? വാസ്കോ ഡ ഗാമ തന്നെയാണ്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ 2 ഏതൊക്കെയാണ്? സെന്റ് റാഫേലും സെന്റ് ബറിയോയും. എന്നാൽ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ എന്നാണ്. അപ്പൊ വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം നമ്മൾ ഏത് വർഷമാണ് പറഞ്ഞത്? 1498 അല്ലെ. 1498. രണ്ടാമത് അദ്ദേഹം 3 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം എപ്പോഴാണ്? രണ്ടാമതായി കേരളത്തിലെത്തിയത് 1502. നമ്മൾ പറഞ്ഞു 3 തവണ അല്ലെ. 3 തവണ കേരളം സന്ദർശിച്ച യൂറോപ്യൻ ആണ് ആര്? വാസ്കോ ഡ ഗാമ. ആദ്യം 1498, രണ്ടാമത് 1502, പിന്നെ 20 വർഷം കഴിഞ്ഞിട്ടാണ്, 22 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത്. 1524. ഓക്കെ. അപ്പൊ 1498, 1502, 1524 മൂന്നാമതായി അല്ലെങ്കിൽ അവസാനമായി കേരളത്തിലെത്തിയ വർഷം 1524. അപ്പോൾ തന്നെയാണ് 1524 തന്നെയാണ് വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷം. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷവും അവസാനമായി കേരളത്തിലെത്തിയ വർഷവും ഒന്ന് തന്നെയാണ്. 1524, 1524. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് എത്തിയത് കച്ചവട ആവശ്യത്തിനാണ് അല്ലേ. എന്നാൽ വാസ്കോ ഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയത് കേരളത്തിലെ ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ പേരെന്താണ്? കോഴിക്കോട് സാമൂതിരിയാണ്. വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷവും 1524 തന്നെയാണ്. ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. അപ്പൊ 1524 നമുക്ക് പഠിക്കാനുണ്ട് 3 കാര്യങ്ങളാണ് ഒരൊറ്റ വർഷത്തിൽ അല്ലെ. മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം, മൂന്നാമത് പറഞ്ഞാൽ 3 തവണ വന്നിട്ടുള്ളൂ വാസ്കോ ഡ ഗാമ. അവസാനമായി കേരളത്തിലെത്തിയ വർഷവും 1524 തന്നെയാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷവും 1524 തന്നെയാണ്. വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷവും 1524 തന്നെയാണ്, ഡിസംബർ 24. അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. 1524 ഡിസംബർ 24. വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തത് കേരളത്തിൽ തന്നെയാണ്, കൊച്ചിയിലാണ്, സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. എന്നാൽ അത് പിന്നീട് കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ചോദിക്കാറുണ്ട്, 1539. അപ്പൊ ആദ്യം എവിടെയായിരുന്നു അടക്കം ചെയ്തത്? കൊച്ചിയിലായിരുന്നു, സെന്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു. അതിനുശേഷം അത് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലിസ്ബണിലാണ്. ലിസ്ബൺ കേട്ടിട്ടുണ്ടോ? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ. അവിടെ തന്നെയാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമ ഒരു സ്ഥലത്തിന്റെ പേരായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലുണ്ട് അല്ലേ. ഏത് സ്റ്റേറ്റിലാണിത്? വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഗോവയിലാണ്. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി തന്നെയാണ്. അതാരാണ്? മാനുവൽ രാജാവ് അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. അദ്ദേഹം തന്നെയാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1805. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്?
ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2000. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കേട്ട് പഠിക്കൂ. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് ആര്? കോഴിക്കോട് സാമൂതിരി എന്ന് നമ്മൾ പറഞ്ഞു. ആ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി തന്നെയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എവിടെയാണ്? പുതുപ്പണം കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയ്ക്കലാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം ഏതാണ്? കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ട. നമ്മൾ പറഞ്ഞല്ലേ ഈ കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് മരക്കാർ ഒരു സ്ഥാനപ്പേരാണ്. അപ്പൊ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നാണ്. രണ്ടാമന്റെ കുട്ടി പോക്കറലി എന്നാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്, അതായത് കുട്ടി പോക്കറലി. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ അഥവാ കുട്ടി പോക്കറലിയാണ്. പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. നമ്മൾ പറഞ്ഞല്ലോ കുഞ്ഞാലിമാരുടെ ആസ്ഥാനം ഏതാണ്? കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ടയാണ് നമ്മൾ പറഞ്ഞു. അത് നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നാണ്. രണ്ടാമൻ കുട്ടി പോക്കറലിയാണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അറിയപ്പെടുന്ന പേര് പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്ന പേരിലാണ്. മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാലിയം കോട്ട? കോഴിക്കോടുള്ള ചാലിയം കോട്ട. എന്താണ് ചാലിയം കോട്ട? കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേരാണ് ചാലിയം കോട്ട. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേരാണ് ചാലിയം കോട്ട. എവിടെയാണത്? കോഴിക്കോടാണ് അല്ലെ. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? കുൻഹയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് എന്ത്? ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ഏത്? ചാലിയം കോട്ട. എന്നാൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുത്തു. ഏത് വർഷം? 1571. ഇന്ത്യ സമുദ്രത്തിന്റെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചതാരാണ്? കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വാസ്കോഡ ഗാമയെ അങ്ങനെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചതാരാണ്? കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് അലി മരക്കാർ എന്നാണ്. മുഹമ്മദ് അലി മരക്കാർ എന്നാണ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം. എന്നാൽ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയാണുണ്ടായത്. ഏതു വർഷമാണ്? 1600. കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. എവിടെയാണുള്ളത്? മുംബൈയിലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2000 ആണ് അല്ലെ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആൽ, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി തേക്ക്, ഓപ്ഷൻ ഡി മുള. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി തെങ്ങ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കണക്കാക്കപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് എന്തിനെ കാണുന്നത്? ഹോർത്തൂസ് മലബാറിക്കസിനെ കാണുന്നത്. ഓക്കെ, ഇന്ത്യയിൽ രണ്ടാമതെത്തിയ യൂറോപ്യൻ ശക്തികളാണ് കേട്ടോ ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ആര്? ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതെത്തിയ എന്നാൽ ആദ്യം തിരിച്ചുപോയ യൂറോപ്യന്മാരാണ് ആര്? ഡച്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് കൊല്ലം പിടിച്ചെടുത്തു. അതുപോലെ തന്നെ കൊച്ചിയും പിടിച്ചെടുത്തു. അതിനുശേഷം പാശ്ചാത്യ ശാസ്ത്രമാണ് പ്രചരിപ്പിച്ചത്. ഇന്ത്യയിലൊട്ടാകെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചു. അങ്ങനെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് കുളച്ചൽ യുദ്ധം.
അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത് ഡച്ചുകാർ അല്ലെ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് കൊല്ലം പിടിച്ചെടുത്തു, കൊച്ചി പിടിച്ചെടുത്തു. അതിനുശേഷം ഇന്ത്യയിൽ ആകെ മൊത്തം പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവര് എവിടെ എത്തിയത്, നമ്മുടെ ഇന്ത്യയിൽ എത്തിയത്. അതിനുശേഷം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് കപ്പിത്താനെ തടവുകാരനാക്കി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് കപ്പിത്താനെ തടവുകാരനാക്കി. ആ കപ്പിത്താന്റെ പേരെന്താണ്? ഡിലനോയി എന്നാണ്. ഡിലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡിലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയതും ആര് തന്നെയാണ്? ഡിലനോയി തന്നെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയില് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളിൽ ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വേറെ സംഭാവനകൾ ഏതൊക്കെയാണ്? ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ, അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. കേരളത്തില് തെങ്ങ് കൃഷിയും, തെങ്ങ് എന്ന് പറയുമ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് ഏത്? തെങ്ങ് അല്ലെ. അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആൽമരം. ഓക്കെ, ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. അപ്പോൾ കേരളത്തില് തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ആര്? ഡച്ചുകാർ. പക്ഷെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ പോവാനുണ്ടായ സാഹചര്യം എന്താണ്? മാവേലിക്കര സന്ധിയാണ്. എന്താണ് മാവേലിക്കര സന്ധി? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത് 1753 ഓഗസ്റ്റ് 15-നാണ്. അപ്പൊ ഇന്ത്യയില് ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് ഏത്? മാവേലിക്കര സന്ധി. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി പോണ്ടിച്ചേരി, ഓപ്ഷൻ ഡി മട്ടാഞ്ചേരി. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. ഇന്ത്യയിലെ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് കേട്ടോ ഫ്രഞ്ചുകാര്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണോ, ഗോവയാണോ, പോണ്ടിച്ചേരിയാണോ, അതോ മട്ടാഞ്ചേരിയാണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പോണ്ടിച്ചേരി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ അവസാനം എത്തിയ യൂറോപ്യന്മാരാണ് ഏത്? ആര്? ഫ്രഞ്ചുകാർ അല്ലെ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1664-ലാണ്. സ്ഥാപിച്ച വ്യക്തി ആരാണ്? കോൾബർട്ട് ആണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് ഏത്? പോണ്ടിച്ചേരി നമ്മൾ പറഞ്ഞല്ലേ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഏത് യൂറോപ്യന്മാരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡച്ചുകാരാണ് അല്ലെ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഓപ്ഷൻ എ നോക്കിക്കേ, പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നവരാണ് പോർച്ചുഗീസുകാർ. ഫ്രഞ്ചുകാരോ? പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നവരാണ് ആര്? ഫ്രഞ്ചുകാർ. ബ്രിട്ടീഷുകാർ നമുക്കറിയാം, വെള്ളക്കാർ എന്നറിയപ്പെടുന്നവരാണ് ആര്? ബ്രിട്ടീഷുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വന്നാണ് ഫ്രഞ്ചുകാർ അല്ലെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിൽ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്ന പേരിലും, ഡച്ചുകാർ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്ന പേരിലും, ബ്രിട്ടീഷുകാർ അറിയപ്പെടുന്നത് വെള്ളക്കാർ എന്ന പേരിലും, ഫ്രഞ്ചുകാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരന്ത്രീസുകാർ എന്ന പേരിലുമാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി അവരെല്ലാം കമ്പനികളുണ്ട്, അത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വർഷങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 1600, 1602, 1616. അപ്പോൾ 1600, 1602, 1616, 1628, 1664. 1600, 1602, 1616, 1628, 1664.
അതിൽ ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1600-ലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1602-ലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ. ഇനി മൂന്നാമത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1616-ലാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1628-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1664-ലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ചവിട്ടുനാടകം ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി പോർച്ചുഗീസ്, ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ഡി ഇന്ത്യക്കാർ. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? The right answer is ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഓപ്ഷൻ ബി അൽബൂക്കർക്ക്, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി കബ്രാൾ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? The right answer is ഓപ്ഷൻ എ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അദ്ദേഹം 1505-ലാണ് നിയമിതനായത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നീലജല നയം, അതായത് ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി നീല ജലനയം, അതായത് ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽമേഡ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കുക, അൽബൂക്കർക്ക് ആണ് അല്ലെ. അൽബൂക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? അൽബൂക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ്? അൽബൂക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 പുറപ്പെടുവിച്ച അല്ലെങ്കിൽ നിലവിൽ വന്ന പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ്? അൽബൂക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും അദ്ദേഹം തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. ആ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുകയുണ്ടായി. അത് ചെയ്ത ആരാണ്? അത് ചെയ്ത വൈസ്രോയി ആരാണ്? അത് ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബൂക്കർക്കാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബൂക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്? അൽബൂക്കർക്ക്. അപ്പൊ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി, അതുപോലെ തന്നെ ഇന്ത്യയിലെ മിശ്ര കോളനി സമ്പ്രദായം ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി, ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി അല്ലെ, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിമാര് തന്നെയാണ്? അൽബൂക്കർക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗ്രീക്ക്, ഓപ്ഷൻ ബി ലാറ്റിൻ, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി ജർമ്മൻ. ഏത് ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ്? The right answer is ഓപ്ഷൻ ബി ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ലാറ്റിൻ ഭാഷയിലാണ്. നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം? അത് നമ്മൾ പറഞ്ഞായിരുന്നു, മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. അത് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ആണ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യം അത് പറഞ്ഞിരിക്കുന്നത് തെങ്ങിനെ കുറിച്ചും അവസാനം പറഞ്ഞിരിക്കുന്നത് ആൽമരത്തെ കുറിച്ചുമാണ് അല്ലെ. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അത് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 1678 ടു 1703 ഇതിന്റെ ഇടയിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അതിൽ ആകെ എത്ര വാല്യങ്ങളാണുള്ളത്? 12. അതായത് 742 സസ്യങ്ങളെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. 12 വാല്യങ്ങളാണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലെ. അത് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്.
മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രിഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയി ആയിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി ആരാന്ന് ചോദിക്കാറുണ്ട്, മാത്യൂസ് ആണ്. അതിൽ ചിത്രങ്ങൾ വരച്ചതും മാത്യൂസ് തന്നെയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. അതിൽ ചിത്രങ്ങൾ വരച്ചതും ആര് തന്നെയാണ്? മാത്യൂസ് തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ട് എപ്പോഴും LDSയിൽ നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ട്. അതിൽ ഇതേപോലെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇട്ടി അച്ചുവുമായി ബന്ധപ്പെട്ടത് മലബാർ മാനുവൽ ഹോർത്തൂസ് മലബാറിക്കസ് പെരിപ്ലസ് ഓഫ് എറിത്രിയൻസ് മാമാങ്കം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇട്ടി അച്ചുവുമായി ബന്ധപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. ആരാണ് ഇട്ടി അച്ചു അല്ലെങ്കിൽ ഇട്ടി അച്യുതൻ? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? മാത്യൂസ് ആണ്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻഡിസ് ആണ് അല്ലെ. അതിൽ മലയാള ലിപി അച്ചടിക്കാൻ വാൻഡിസിനെ സഹായിച്ചത് ആരാണ്? ഇമ്മാനുവൽ റോയി ആണ്. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേർത്തലയിലെ കെല്ലാട്ടുപറമ്പിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, അപ്പം നമ്മൾ യൂറോപ്യൻ ആഗമനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചതാണ് യൂറോപ്യന്മാരുടെ ആഗമനം അല്ലെ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ടാമതെത്തിയത് ആരാണ്? രണ്ടാമതെത്തിയത് ആരാണ്? ഡച്ചുകാരാണ് അല്ലെ. മൂന്നാമതെത്തിയത് ബ്രിട്ടീഷുകാരാണ്. നാലാമതെത്തിയത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാർ, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാർ, നാലാമത് വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ് അല്ലെ. മാനുവൽ കോട്ട. എന്താണ് മാനുവൽ കോട്ട? ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. നിർമ്മിച്ച വർഷം 1503 ആണ് അല്ലെ. 1503 ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഏത്? മാനുവൽ കോട്ട. മാനുവൽ കോട്ടയ്ക്ക് വേറെ പല പേരുകളുണ്ട്. ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട അല്ലെ. അപ്പൊ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അതുപോലെ തന്നെ അഴിക്കോട്ട. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ, അതായത് മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ്? അൽബൂക്കർക്കാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും, അതാണ് ഇമ്പോർട്ടന്റ്, അതാണ് ചോദിക്കാറുള്ളത്, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ്? അൽബൂക്കർക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20 അല്ലെ. 3 തവണയാണ് കേരളത്തിൽ വന്നത്. ആദ്യം വന്നത് 1498, രണ്ടാമത് വന്നത് 1502, മൂന്നാമത് അല്ലെങ്കിൽ അവസാനമായി വന്നത് 1524. 1524 എന്ന് പറയുമ്പോൾ വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷവും 1524 തന്നെയാണ്. അദ്ദേഹം അന്തരിച്ച വർഷവും 1524 തന്നെയാണ്. ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. പിന്നീട് അത് എവിടേക്കാണ് കൊണ്ടുപോയത്? പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലിസ്ബണിലാണ്. ലിസ്ബണിന്റെ പ്രത്യേകത എന്താണ്? വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ. ഏതാണ് വർഷം? 1497. അതായത് എത്തിയതിന്റെ ഒരൊറ്റ കൊല്ലം മുന്നേ 1497. 98 എത്തി. 98 മെയ് 20 കേരളത്തിൽ ആദ്യമായി ആരെത്തിയത്? വാസ്കോഡ ഗാമ എത്തിയത്. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2000 ആണ് അല്ലെ. കുഞ്ഞാലിമരക്കാർ, മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയ്ക്കലാണ് അല്ലെ. കുഞ്ഞാലിമരക്കാർ ഒന്നാമനുണ്ട്, രണ്ടാമനുണ്ട്, മൂന്നാമനുണ്ട്, നാലാമനുണ്ട് അല്ലെ. ഒന്നാമന്റെ യഥാർത്ഥ നാമം എന്താണ്? കുട്ടി അഹമ്മദ് അലി എന്നാണ്. രണ്ടാമൻ കുട്ടി പോക്കർ അലിയാണ്. മൂന്നാമൻ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുഞ്ഞാലിമരക്കാരുടെ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് അലി മരക്കാർ എന്നാണ് അല്ലെ. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയ്ക്കലാണ് അല്ലെ.
പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് നമ്മൾ പറഞ്ഞു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന് അർത്ഥം മലബാറിന്റെ പൂന്തോട്ടമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് പ്രസിദ്ധീകരിച്ചിരുന്ന ഭാഷ ലാറ്റിൻ ആണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? ഡോക്ടർ KS മണിലാലാണ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസിൽ മലബാറിലെ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് തെങ്ങിനെ കുറിച്ചും അവസാനം പ്രതിപാദിക്കുന്നത് ആൽമരത്തെ കുറിച്ചിട്ടുമാണ്. ടോട്ടല് 742 സസ്യങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എത്ര വാല്യങ്ങളാണുള്ളത്? 12 വാല്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.